ഒരാളുടെ വീട് ആ ആളുടെ സാമൂഹ്യ മാധ്യമ പേജാണെന്ന് സങ്കല്പിക്കുക. ഒരു വീട്ടിലെത്തിയാൽ നമ്മൾ ആദ്യം പാലിക്കേണ്ട മര്യാദ എന്താണ്? ഇങ്ങനെ കോളിംഗ് ബെൽ കൊടുക്കുക. അപ്പോൾ വീട്ടിലുള്ളവർ കതക് തുറക്കും, പുറത്തു വരും, അതിഥിയായി എത്തിയ ആളെ ക്ഷണിക്കും. നമ്മൾ അവരുമായി വന്ന കാര്യം സംസാരിക്കും, മടങ്ങും. ഒരു വ്യക്തിയുടെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ കയറുന്നതും ഇതുപോലെ മര്യാദകൾ പാലിച്ചാകണം. പ്രൊഫൈലിൽ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്ത് അവരുടെ അനുമതിയോടെയാണല്ലോ ഒരാളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഓരോ പ്രൊഫൈലും അവരുടെ വീട് പോലെ തന്നെ സ്വകാര്യ ഇടമാണെന്ന ഓർമ്മ വേണം. ഇനി ചിലരുണ്ട്, ഒരു വീട്ടിലെത്തിയാൽ കോളിംഗ് ബെൽ കൊടുക്കാതെ കതകൊന്നും മുട്ടാതെ തുറന്നങ്ങ് കയറും. ഇത് മര്യാദകേടാണ്. ഇനി അകത്ത് കയറുന്നവർ വാക്കി തോന്നുന്നത് വിളിച്ചു പറയുകൂടി ചെയ്താൽ അതൊരു നിയമപ്രശ്നമാണ്. ഇതാണ് നമ്മുടെ സൈബർ ലോകത്ത് നടക്കുന്നത്. നമുക്ക് ഒരു പരിചയവുമില്ലാത്ത, നമ്മുടെ ഫ്രണ്ട് അല്ലാത്ത ഒരാളുടെ പ്രൊഫൈലിൽ കയറി എന്തും എഴുതി വയ്ക്കുന്നത് അവരുടെ വീട്ടിൽ കടന്നു കയറുന്നതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. മറ്റൊരാളുടെ പ്രൊഫൈലിൽ കയറി ഒരാളെക്കുറിച്ച് മോശം എഴുതുന്നതും എന്ത് സ്വഭാവമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഗുരുതരമായ സൈബർ കുറ്റങ്ങളാണ്. സൈബർ ആക്രമണം എന്ന നീചപ്രവൃത്തി അനുഭവിച്ചവർ എങ്ങനെ നേരിട്ടു? ടെലിവിഷൻ ചാനൽ ചർച്ചകളിലൂടെ സൈബർ ലോകത്ത് ഇരയായി മാറിയ ആളാണ് രാജ്യസഭാ MP എ റഹീം. റഹീം, എങ്ങനെയാണ് സൈബർ ലോകത്ത് ആദ്യമായി ഇരയായത്? വൈഫിനെതിരെ വന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു കേസ്. അമൃതയുടെ ഒരു ഫേസ്ബുക്കിൽ കയറിയിട്ട് നമ്മുടെ കല്യാണ ഫോട്ടോയായിരുന്നു. അതിന് താഴെ ഒരു വളരെ മോശമായ തെറി വിഷയമായിരുന്നു. ഒരടിസ്ഥാനവുമില്ലാതെ, ഒരു എഡിറ്റിംഗ് ഇല്ലാതെ മൊബൈൽ ഫോൺ അങ്ങോട്ട് എടുത്ത് വെക്കുക, ഇരുന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും പറയാം. മകനെതിരെ 10 വയസ്സുള്ള കുഞ്ഞിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നു. കുട്ടികൾ ഡിസ്റ്റർബ് ആകാറുണ്ടോ? എന്തോ ഇതിൻ്റെ അമ്മയെക്കുറിച്ച് എന്തോ മോശം വന്നു എന്ന് പറയുമ്പോൾ, അമ്മയെക്കുറിച്ച് മോശം കേൾക്കുന്നു ക്ലാസ്സിൽ വന്നൊരു സഹപാഠി ഒരു കുട്ടിയോട് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്താണ്? എല്ലാവരുടെയും മാനസികാരോഗ്യം ഒരുപോലെ നല്ലതായിരിക്കണമെന്നില്ല. ശക്തമായ നിയമ നടപടിക്ക് പോവുക. ഇത്തരം കാര്യങ്ങളിൽ നിയമ നടപടിക്ക് തയ്യാറായി രംഗത്ത് വരുന്നവരെ സർവാത്മന പിന്തുണയ്ക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇയാൾ ജോലി ചെയ്യുന്ന കമ്പനി എവിടെയാണ്, ഒരുവിധമുള്ളവരുടെയൊക്കെ പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ, ലോക്കായിട്ട് നമ്മളില്ലെങ്കിൽ അറിയാൻ കഴിയും. നമുക്ക് ഗ്രീവിയൻസ് ഉണ്ട്, നിങ്ങളുടെ സ്റ്റാഫ് എന്നോട് ഇതാണ് കാണിക്കുന്നത്, അതിൻ്റെ എവിഡൻസ് കൊടുത്താൽ ലോകത്തെവിടെയുമുള്ള കമ്പനികളും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അനുമതി ഇല്ലാതെ ഒരാൾ ഇടിച്ചു കയറി വന്ന് നമ്മളെ തെറി പറയുന്ന അതേ മാനസികാവസ്ഥ തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണ്. നമ്മൾ എങ്ങനെയാണോ അതിനോട് വിയോജിക്കുന്നത്, അല്ലെങ്കിൽ കൈയെടുക്കടാന്ന് പറയില്ല, അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാന്ന് പറയും, അതേപോലെ തന്നെ ഇതിനെയും കാണാം. ഒരാളെ കുറിച്ചോ ആളുടെ കുടുംബാംഗങ്ങളെ കുറിച്ചോ തൊട്ടടുത്ത വീട്ടിലോ മറ്റേതെങ്കിലും വീട്ടിലോ പോയിരുന്ന് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ എരിയും പുളിയും ചേർത്ത് കഥയായി അവതരിപ്പിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ. അത്ര മോശപ്പെട്ട കാര്യമാണ് സൈബർ ലോകത്തെ സൈബർ ബുള്ളിയിങ് എന്ന് എത്ര പേർക്കറിയാം? ഫസ്റ്റ് എന്ന് പറഞ്ഞ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ മുന്നോട്ട് പോകാതിരിക്കാവുന്ന തരത്തിൽ അവിടെ വെച്ച് ഇവരുടെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ലെറ്റർ കൊടുത്ത് അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, IP അഡ്രസ്സിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ കണ്ടൻറ്റ് വായിച്ചില്ല, വന്ന മെസ്സേജ് ഞാൻ ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ട് ഇട്ടതാണ് എന്ന് പറയുന്നത് ഒരിക്കലും നിയമപരമായി ശരിയല്ല. എന്തിനും ഏതിനും കമൻറ്റ് പറയുകയും എന്ത് പറയുക, കമൻറ്റ് ബോക്സിൽ വന്ന് പച്ചത്തെറികൾ വിളിക്കുകയും വളരെ മോശമായ തരത്തിലൊക്കെ കമൻറ്റ് ഇടുകയും ചെയ്തിരുന്ന ആ ട്രെൻഡ് ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ സൈബർ പ്രൊഫൈൽ എന്നാൽ ആ ആളുടെ വീട് പോലെ തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു കയറി വന്ന് നമ്മുടെ അച്ഛനമ്മമാരെയും സഹോദരിയും ഭാര്യയും മക്കളെയും എല്ലാം അവഹേളിച്ചാൽ നമ്മൾ സഹിക്കുമോ? സൈബർ ഇടങ്ങളിൽ പലരും ചെയ്യുന്നത് അതാണ്. ഇതിന് അഴിയും പിഴയുമാണ് ശിക്ഷ. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.